ഹലോ ഗായ്സ്, നമുക്കിപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയാലോ? വായോ. നമുക്കിപ്പോൾ ആദ്യം പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അരിഞ്ഞിട്ട് വരാവേ. അപ്പോൾ നമ്മളിതാണ്ട് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കാവേ. അപ്പോൾ ഇതങ്ങളുടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ 5 ഏത്തക്കയാണ് എടുത്തത്. അപ്പോൾ അതിനുള്ള മൈദ നമുക്ക് എടുക്കാം. ഞാൻ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇടാം. അപ്പോൾ നല്ലതായിട്ട് മുരിഞ്ഞ് വരുവേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു ഇച്ചിരി എള്ളൂടെ ഇട്ട് കൊടുക്കാവേ. നമുക്കിനി ഇത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇളക്കാവേ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഈ ഒരു തിക്കിലായി എടുക്കണേ. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവിനകത്ത് ഇതൊരു 10 മിനിറ്റ് മുങ്ങി കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഏത്തക്കയിലോട്ട് ഒരു ഇത് പിടിക്കട്ടെ. ഒരു 10 മിനിറ്റത്തേക്ക് നിറച്ച് വെച്ചേക്കാം. നമ്മളിപ്പോൾ സ്റ്റൗ എത്തിച്ചു. ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ എണ്ണ ചൂടാക്കാൻ നോക്കാം. ഇച്ചിരി മാവ് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് നന്നായിട്ട് മാവിനകത്ത് മുക്കിയിട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഒരു 5-6 എണ്ണത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നമുക്കുണ്ട്. കുറേശ്ശെ ഇട്ട് കോരിക്കോരി നമുക്ക് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് തുറക്കാലും നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഗ്യാസ് നമ്മൾ ഒരു സൈഡിൽ നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ നന്നായിട്ട് നോക്കട്ടെ. നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മൂക്കണം വരെ നോക്കിയിരിക്കാം. നമുക്കിപ്പോൾ ഇത് കോരിയെടുക്കാണ്. അടുത്ത ടിപ്പൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇതാ ഗായ്സ്, നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.